ഡിയർ ഫ്രണ്ട്സ്, നമസ്കാർ. ഇന്ന് ഞാൻ വന്നത് എൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ബർത്ത്ഡേ സെലിബ്രേഷൻ. അതാണ് എൻ്റെ സബ്ജക്റ്റ്. ബർത്ത്ഡേ സെലിബ്രേഷൻ സാധാരണ എല്ലാവരും കൊണ്ടാടുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ കൊണ്ടാടാറില്ല, കാരണം എനിക്ക് പേടിയാണ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ കൊണ്ടാടാറില്ല, സത്യം പറയാം. ഓക്കെ, പക്ഷേ അത് ഫൈൻ, നല്ല കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ലേബർ റൂം തൊട്ടേ സ്റ്റാർട്ടാവും ലേഡീസ് ആ ജനന ഡേറ്റ് നോക്കിയിട്ട് അടുത്ത വർഷത്തേക്കുള്ള കേക്ക് ഷോപ്പ് ബുക്കിങ്സൊക്കെ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവങ്ങൾ. ഈവൻ പോകാൻ ലേറ്റായ ആൾക്കാർ 100-104 വയസ്സായ ആൾക്കാരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു ബർത്ത്ഡേ, അല്ലേ? ഓക്കെ, ഫൈൻ, നല്ലതല്ലേ. പക്ഷെ അതിൻ്റെ രീതിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് പക്ഷേ ഒന്നുറപ്പാണ്, ഇത് ഒരു അനുകരണമാണ്. അതായത് ഫോറിനിൽ നിന്ന് അവിടുത്തെ ഒരു ആചാരം നമ്മൾ അനുകരിച്ചാണ്. അത് നോക്കിയിട്ട് നമ്മൾ അത് സംശയമൊന്നുമില്ല. കാരണം ഇതൊരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ ആണ് ഉത്ഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കുക ഒന്നുകിൽ ഇഡ്ഡലീൻ്റെ മുകളിൽ, അല്ലെങ്കിൽ വടേൻ്റെ മുകളിൽ, അല്ലെങ്കിൽ കുഴിമന്തീൻ്റെ മുകളിൽ, ഇല്ലേ? അല്ലാണ്ട് കേക്കിലൊന്നും വെക്കില്ല. കാരണം കേക്ക്, ബ്രെഡ്, ഇതൊക്കെ അവരുടെ ആഹാര രീതിയാണ് പണ്ട് തൊട്ടേ. നമുക്കില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ ഓക്കെ അല്ല, ഫൈൻ. അപ്പോൾ അതിന് സംശയമില്ല. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് വെളിച്ചം കെടുത്തിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കേക്കിൻ്റെ മുകളിൽ ക്യാൻഡിൽ വെച്ചു, ക്യാൻഡിൽ കത്തിച്ചു, സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, ബർത്ത്ഡേ പാട്ടെല്ലായി. ഓക്കെ, ഫൈൻ. പക്ഷെ എന്തിനത് കെടുത്തിട്ട് ചെയ്യുന്നത്? എന്തൊരു സംഭവം നമുക്കറിയാം. സ്കൂൾ ഫംഗ്ഷൻ ആയാലും ശരി, ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം, അല്ലെങ്കിൽ വീട് ഹൗസ് വാമിങ് സെറമണി, എല്ലാ കാര്യങ്ങളും വിളക്കൊളുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാറ്, അല്ലേ? വിളക്കൊളുത്തി ഒരു ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിളക്കൊളുത്തി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ, അല്ലേ? സംശയം. അത് കെടുത്തിയിട്ട് ആരും ചെയ്യാറുണ്ടോ? ഇല്ല. ആ ഡൗട്ടാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബർത്ത്ഡേ കൊണ്ടാടിപ്പോൾ അവരോട് ചോദിച്ചു, അതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഇത് പ്രസന്നേച്ചിൻ്റെ പേരക്കുട്ടീൻ്റെ 2 ബർത്ത്ഡേ കഴിഞ്ഞില്ല, 2 ഇങ്ങനെയല്ലേ ചെയ്തത്? ദാസേട്ടൻ 94 വയസ്സായി, അവരെ ബർത്ത്ഡേ ഇങ്ങനെയല്ലേ ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അവർക്ക് അത്രേ അറിയുള്ളൂ, അനുകരണം. മറ്റൊരാൾ എന്നോടൊരു കഥ പറഞ്ഞു, ഇതെന്തിനാണ് ഇങ്ങനെ കൊണ്ടാടുന്നതെന്ന്. അതാണ് എൻ്റെ ഡൗട്ട്. അതായത് അമേരിക്കയിൽ ഒരു വലിയൊരു പണക്കാരെ 2 കുട്ടികളാണ്. ഒന്ന് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ്, രണ്ടാമത് പുതിയ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ 2 മക്കളാണ്. അപ്പോൾ ആദ്യ ഭാര്യയിലുള്ള കുട്ടീൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷം കൊണ്ടാടുന്നുണ്ട്. 10-12 വയസ്സായ കുട്ടിക്ക് 12 വർഷമായിട്ടും കൊണ്ടാടിക്കൊണ്ടിരുന്നത്, വീട്ടിൽ ഇവർ മാത്രം. പക്ഷെ പുതിയ കുട്ടി വന്നപ്പം ഒരാവശ്യം, എല്ലാവരും വിളിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, അച്ഛൻ സമ്മതിച്ചു. അപ്പം അച്ഛനൊരു ഡൗട്ട്, എന്താ ഈ ചെറിയ കുട്ടിയോട് മാത്രം ഇത്ര ഇവക്ക് സ്നേഹം? വേണ്ട, അങ്ങനെ വേണ്ട. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഈ കുട്ടി നന്നായാൽ എൻ്റെ മൂത്ത മോയെ കുടുങ്ങിപ്പോവില്ലേ? അത് അച്ഛനൊരു ഐഡിയ എടുത്തു. ശരി, ബർത്ത്ഡേ എല്ലാവരെയും വിളിച്ചു, നാട്ടുകാരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ബർത്ത്ഡേ കൊണ്ടാടി. അച്ഛൻ ആ കേക്കിൻ്റെ മുകളിലെല്ലാം വെച്ച് അച്ഛൻ വിളക്കൊടുത്ത് അമ്മനെ കൊളുത്തി ഊതിക്കെടുത്തി നടന്നു. പുതിയൊരു ഫംഗ്ഷൻ. അത് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കാണുന്നതിനൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ഫൈൻ, നല്ല സംഭവമല്ലേ? ഒരു പുതിയ സംഭവം കണ്ടു. അതായത് വിളക്ക് കൊളുത്തിയാൽ ഇയാൾക്കറിയാം ഈ കുട്ടിക്ക് എന്ത് വരാൻ പാടില്ല, അഭിവൃദ്ധി വരാൻ പാടില്ല, കുട്ടി നന്നാവാൻ പാടില്ല, വെളിച്ചത്ത് വരാൻ പാടില്ല, കുട്ടി തമർന്നു പോകണം, വളരാൻ പാടില്ല, പറന്ന് വരാൻ പാടില്ല, പന്തലിച്ച് വരാൻ പാടില്ല, എൻ്റെ മൂത്തമ്മമാരി എന്ന് പറഞ്ഞിട്ട് ചെയ്താണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്കറിയെങ്കിലും ഒന്ന് പറയണം, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അത് എനിക്ക് തീർച്ചയായിട്ടും തീരെ പിടിച്ചിട്ടില്ല. കാരണം ഒരു വിളക്ക് കെടുത്തിയിട്ട് ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.